ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ നിന്നും അതുപോലെ സിങ്കിൽ നിന്ന് വരുന്ന കുഴികൾ, അതായത് വേസ്റ്റ് ലായനികളിലെല്ലാം തന്നെ നമ്മളൊരു കുഴിയിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ കുഴികളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സിങ്കിൻ്റെ, അതായത് കിച്ചണും വർക്ക് ഏരിയയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിങ്കിൽ നിന്ന് വരുന്ന കുഴി നമ്മൾ ഒരു കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡായിട്ട് വരുന്ന രീതിയിൽ തന്നെ റിങ്ങുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരടി വരുന്ന, അതായത് 30 സെൻറ്റിമീറ്റർ വരുന്ന 4 റിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 റിങ്ങുകൾ കറക്റ്റായിട്ട് കുഴിച്ച് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും, ഈ റിങ്ങുകളുടെ സൈഡിൽ കുറച്ച് കൂടുതലായിട്ട് ഹോളുകൾ ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കിടക്കുന്ന മണ്ണിലേക്ക് വലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വെള്ളം വരുന്ന സമയത്ത് പുറത്തേക്ക് വലിഞ്ഞുകൂടി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിങ്ങുകളാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കല്ല് വെച്ച് കെട്ടുകയാണെങ്കിലും കല്ലിൻ്റെ അകത്ത് ഗ്യാപ്പിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കല്ല് വെച്ച് കെട്ടുകയാണെങ്കിൽ ഉള്ളിൽ തേക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കല്ല് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് അത് പുറത്തേക്ക് വലിഞ്ഞു പോകും. ഇത് വരുന്ന അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെപ്റ്റിക്കിൻ്റെ ഓവർഫ്ലോ ആണ് വരുന്നത്. ഓവർഫ്ലോ അതുപോലെ തന്നെ നമ്മളിവിടെ റെഡിമെയ്ഡ് റിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ കുളിക്കുന്ന വെള്ളം, അതായത് ബാത്റൂമിൻ്റെ അകത്തുനിന്ന് ട്രാപ്പ് വഴി വരുന്ന വെള്ളം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വേറെ സെപ്പറേറ്റ് കുഴിയിലേക്കാണ് കൊടുക്കുന്നത്. ഒരിക്കലും സിങ്കിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്മെല്ല് കാര്യങ്ങളൊക്കെ ബാത്റൂമിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത പൈപ്പ് നേരെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ കൊടുത്തിട്ടില്ല, അപ്പോൾ അതിനുള്ള കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. നേരെ നമ്മൾ ഈ പറയുന്ന കുഴിയിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, കുളിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ സിങ്ക് കണക്ട് ചെയ്യരുത്. കാരണം വേറൊന്നുമല്ല, സിങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചോറും പറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. അത് കിച്ചണിലെ വേസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം തന്നെ സിങ്കിൻ്റെ പറയുന്ന വേസ്റ്റ് കുഴിയിലേക്കായിരിക്കും വരുന്നത്. പിന്നെ സോപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രവർത്തനം നടക്കാതെ വരുന്നു. അപ്പോൾ സ്മെല്ല് ഭയങ്കരമായിരിക്കും. അതായത് കിച്ചണിൻ്റെ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ അറിയാൻ സാധിക്കും. അത് നേരെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബാത്റൂമിലേക്ക് നമ്മൾ ട്രാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് നേരെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വരും, പിന്നെ ബെഡ്റൂമിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ബാഡ് സ്മെല്ല് ചില വീടുകളിൽ കാണാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നാണ് കിച്ചണിൻ്റെ സിങ്കും കുളിക്കുന്ന വെള്ളവും കാര്യങ്ങളും എല്ലാം ഒന്നിച്ചായിരിക്കും ഒറ്റ കുഴിയിലേക്കായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കുഴി മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ സ്മെല്ല് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റൂമിലേക്ക് സ്മെല്ല് വരുന്ന മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോമൺ വാഷ് ബേസിനും സെപ്പറേറ്റ് മാറ്റി കൊടുക്കുക. മെയിനായിട്ട് വേണ്ട കുഴികൾ, സിങ്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കുഴി വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കുളിക്കുന്ന വെള്ളം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കുഴി വേണം. ഇങ്ങനെ മെയിനായിട്ട് വേണ്ടത് 2 കുഴികൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്മെല്ല് കാര്യങ്ങൾ വീടിൻ്റെ അകത്തേക്ക് വരുന്നത് നല്ലൊരു ശതമാനം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that